കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആദരണീയം 2026 ശ്രദ്ധേയമായി. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരണീയം 2026 അനുമോദിച്ചത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന ആദരണീയം 2026 നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയെ വാനോളം പുലർത്തിയ മക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. +2 SSLC ഫുൾ A+ കരസ്ഥമാക്കി. നമുക്കറിയാം, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം കോവിഡ് മഹാമാരി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഫുൾ A+ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം മിക്ക വിദ്യാലയങ്ങളിലെയും നമ്പർ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ നമ്പർ കുറവാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം തന്നെയാണ്. പഠിച്ച് മുന്നേറിയ കുട്ടികളാണ് തീർച്ചയായിട്ടും ഏറ്റവും ഫുൾ A+ കരസ്ഥമാക്കിയിട്ടുള്ളത്. മാർക്കിന്റെ അടിസ്ഥാനം പിടിച്ചു തുടങ്ങി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഫുൾ A+ന്റെ ഒരു ബഹളം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റം വന്നു. 8 തുടങ്ങി സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ രീതി വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കറിയാം, ഒരു ഫുൾ A+ കരസ്ഥമാക്കണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള കഠിനമായ പ്രയത്നം എത്രത്തോളം ഉണ്ടെന്ന് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളും ചാർട്ട് ചെയ്ത് പഠിച്ച് മുന്നേറിയ മക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിജയം നിങ്ങളുടേത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ പരിശ്രമിച്ച അധ്യാപകരുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സമൂഹമുണ്ട്. എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയം എന്നത് തന്നെ. തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ നഗരസഭ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഭരണസമിതി അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്കറിയാം, ഇന്ന് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കറിയാം SC വിഭാഗത്തിലായ മത്സ്യമേഖല, ഇവരൊക്കെ നമുക്കറിയാം അവരെ മക്കൾ ഏറ്റവും താഴേക്കിടയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ റസോജ ഹരിദാസ്, VB രതീഷ്, PN രാംദാസ്, TS സജീവൻ, KK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.